Hello friends, welcome to EUREKA. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഡൈനാമിക് വെബ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന എറർ എങ്ങനെ മാറ്റുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഡൈനാമിക് വെബ് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഫയൽ, ന്യൂ, ഡൈനാമിക് വെബ് പ്രോജക്റ്റ് അല്ലേ. അപ്പം ഞാനിവിടെ ഒരു പേര് കൊടുത്തു, മൈ ഫസ്റ്റ് പ്രോജക്റ്റ് എന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മുടെ ടാർഗറ്റ് റൺ ടൈം നമ്മുടെ അപ്പാഷെ ടോംകാറ്റ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇവിടെ വന്ന് നെക്സ്റ്റ് കൊടുക്കുക, ഇത് നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനൊരു വെബ് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു പേജ് വരുവാണ്. നിങ്ങൾ ഇതാ ഇവിടെ ജനറേറ്റ് web.xml ഡിപ്ലോയ്മെന്റ് ഡിസ്ക്രിപ്റ്റർ എന്നുള്ളത് ഇതിവിടെ ഓൾറെഡി ടിക്കാണ്. ടിക്ക് അല്ലെങ്കിൽ ടിക്ക് കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കുക. അപ്പം ഇതാ ഞാൻ പറഞ്ഞ വെബ് പ്രോജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷെ അത് അവിടെ കണ്ടോ ഒരു എറർ കാണിക്കുന്നു. അപ്പം ഈ എറർ എവിടെയാണെന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ദാ സോഴ്സ് ഫോൾഡറിനകത്ത് ജാവ വെബ് ആപ്പിനകത്ത് ദാ web.xml ഈ എറർ കാണിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യാതെ നമുക്കിത് എവിടെയാണ് എറർ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് സ്ഥലത്ത് എറർ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എറർ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്ന് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്കിവിടെ സെർവേഴ്സ് എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നേക്കുന്നുണ്ടോ, അതിലും ഒരു എറർ ഉണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ web.xml ഓപ്പൺ കൊടുക്കുക. അതും അതിൻ്റെ web.xml നമ്മൾ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്താൽ മതി. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വന്നില്ലെങ്കിൽ നിങ്ങൾ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ നോക്കുമ്പോഴും ഇവിടെ കണ്ടോ എറർ കാണിക്കുന്നത് വെബ് ആപ്പ് വേർഷൻ എന്ന് പറഞ്ഞുകൊണ്ട്. അതിങ്ങോട്ട് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതാ ഇതിൻ്റെ ഇടയ്ക്കൊരു വലിയ സ്പേസ് കിടക്കുന്നുണ്ടോ. നമ്മുടെ ഈ സ്കീമ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കാണിച്ചിട്ട് ഒരു വലിയ സ്പേസ് കിടക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ സ്പേസ് നമ്മളങ്ങ് കളയണം. എന്നിട്ടിത് സേവ് കൊടുക്കുക. ഇപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ സ്പേസൊക്കെ മാറ്റിയിട്ടുണ്ട്. സ്പേസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ അതിൻ്റെ നെയിം സ്പേസ് കോപ്പി ചെയ്യുക. ഈ XMLNS കിടക്കുന്നുണ്ടോ ഇതിൻ്റെ നെയിം സ്പേസ് നമ്മൾ കോപ്പി ചെയ്യുക. കാരണം നമ്മുടെ ഇതിനകത്ത് നെയിം സ്പേസ് ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ ഇവിടെ കിടക്കുന്നത് https://xml എന്നല്ല കിടക്കുന്നത്. ഇത് നമ്മൾ കോപ്പി ചെയ്യുക. എന്നിട്ട് ഇത് ആ സ്പേസ് മാറ്റി കൊടുത്തിട്ട് ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ എറർ മാറിയിട്ടുണ്ടായിരിക്കും കണ്ടോ. ഇനി നമ്മൾ നമ്മുടെ web.xml വരിക. സോറി, ഇത് നമ്മൾ ഓപ്പൺ വിത്ത് ടെക്സ്റ്റ് എഡിറ്റർ കൊടുക്കുക. എന്നിട്ട് ഇതാ എറർ കാണിക്കുന്ന ഇവിടെ അല്ലേ, ഇവിടെ ഞാൻ കോപ്പി ഇവിടെ കൊടുത്തിരിക്കുന്ന നെയിം സ്പേസ് കണ്ടോ xmlns java.sun.com എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് അവിടെ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തത് അവിടെ നമ്മൾ കോപ്പി ചെയ്തത് ഇവിടെ കൊടുക്കുക. ഇതാ ഇത് കൊടുക്കുക. എന്നിട്ട് സേവ് കൊടുക്കുക. എന്നിട്ട് ക്ലോസ് ചെയ്യുക. ഇതാ ഇപ്പോൾ ഇതിൻ്റെ എറർ മാറിയിട്ടുണ്ട്. നമുക്കിത് റൺ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒരു JSP ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ന്യൂ JSP ഫയൽ നമ്മൾ പേര് കൊടുക്കാം. ന്യൂ file.jsp എന്ന് തന്നെ കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. ഇതാ ഇവിടെ എന്തെങ്കിലും നമുക്ക് ഈ ബോഡിക്കകത്ത് കൊടുക്കാം. അപ്പോൾ ടൈറ്റിൽ നമുക്ക് വേണ്ട. ബോഡിക്കകത്ത് എന്തെങ്കിലും H1 ടാഗിനകത്ത് നമുക്ക് കൊടുക്കാം. മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് കൊടുക്കാം. എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ഓൺ സെർവർ കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ സെർവർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫിനിഷ് കൊടുക്കാം. വെബ് റൺ ആവുന്നുണ്ട്. ഇതാ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞത് കണ്ടോ. അപ്പോൾ നമ്മുടെ ഈ എറർ മാറി ഇത് സക്സസ്ഫുള്ളി റൺ ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോഴേ കാണാം ഈ സെർവേഴ്സിൻ്റെയും മൈ ഫസ്റ്റ് പ്രോജക്റ്റിലും ഉണ്ടായിരുന്ന എറേഴ്സൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.